മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 36 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോനാഥൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവർ സംശയിക്കുന്നത് കണ്ട് കർത്താവ് അവരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? അതിനുശേഷം കർത്താവ് തന്റെ കയറങ്ങളും കാലുകളും ഒക്കെ അവർ കാണിച്ചു കൊടുക്കുന്നു, മീനെടുത്ത് ഭക്ഷിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്ത് അവരെ വിശ്വസിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിലേക്ക് നമ്മളൊന്ന് നോക്കണം. പരിശുദ്ധ അമ്മ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. കർത്താവ് മലയില് രൂപാന്തരപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എവിടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടു നിന്നോ അവിടെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നോ? ഇല്ല. അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടോ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന നിമിഷങ്ങൾ കണ്ടുകൊണ്ടോ ഒന്നും അല്ല അമ്മ കർത്താവില് വിശ്വസിച്ചത്. അവിടുത്തെ തകർച്ചയും ശൂന്യവൽക്കരണവും കണ്ടാണ് അവൻ ദൈവപുത്രനാണെന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചത്. കാരണം സ്വയം തകർച്ച ഏറ്റുവാങ്ങണമെങ്കിൽ, സ്വയം ശൂന്യനായി തീരണമെങ്കിൽ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം ഉള്ളിലുള്ളവനെ സാധിക്കുകയുള്ളൂ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ സാധിക്കുകയുള്ളൂ എന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വേദനകളില്, ദുഃഖങ്ങളില്, പ്രയാസങ്ങളില് ദൈവം കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിലേക്ക്, ദൈവമാണ് എന്റെ കർത്താവ്, അവിടെ നിന്നെ രക്ഷിക്കുമെന്നുള്ള ബോധ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും നമ്മളൊക്കെ എന്ന് കടന്നു വരുന്നുവോ അന്നാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങിയുള്ളൂ. അത്ഭുതങ്ങളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നവരായിട്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിനൊക്കെ തകർച്ചയാ. അവരുടെ ജീവിതങ്ങളൊക്കെ കർത്താവിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ ശൂന്യവൽക്കരണം കണ്ട്, തകർച്ച കണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിന്റെ ദുരിതങ്ങളില് പ്രയാസപ്പെടേണ്ട, കഷ്ടതകളില് നിരാശപ്പെടേണ്ട. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പിന്നെ പോകാതെ ആ വേദനകളിലും ആ കഷ്ടതകളിലും അങ്ങ് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ദൈവമഹത്വം സഹനങ്ങളിൽ കാണുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.